गाइस, वेलकम बैक टू माई अनदर वीडियो। सो ये वीडियो जो है ना कुछ डिफरेंट होने वाला है बिकॉज आई एम गोना स्पीक इन मलयालम इन दिस व्लॉग. Actually this is my grandma's idea. Okay, she want me to speak in Malayalam, she want me to make a videos in Malayalam. तो बस आज हम वही करने वाले हैं. I'm sure if you are Malayali you're gonna enjoy this vlog. There will be lots of mistake like grammar mistakes, but still I'll try my best. ഇത് ഞങ്ങളുടെ വീടാണ്. ഇത് ഞങ്ങളുടെ അപ്പുറത്തുള്ള വീടാണ്. ഇവിടെ ഇതിനെന്താ പറയുക, പേരയ്ക്ക അതന്നെ ആയിരിക്കും. അത് ഇവിടെ കുറേ പഴുത്തിട്ടുണ്ട്. ഇതൊക്കെ പഴുത്ത് കേടൊന്ന് കുറേ പോയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ. എവിടെ ഈ സൈഡൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഞങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റണില്ല. ഒരു ദിവസം ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ട്രൈ ചെയ്തു. കുറച്ച് എന്തോ എൻ്റെ കയ്യിൽ നിന്ന് വീണപ്പോൾ സൗണ്ട് വന്നിട്ടോ. അപ്പോൾ ഈ വീട്ടിലുള്ള ആൾക്കാർ ഓടി ഇങ്ങോട്ട് വന്നിട്ട് അവർ പറഞ്ഞു ഇത് പൊട്ടിയാൽ നിങ്ങളായിരിക്കും അതിൻ്റെ ജിമ്മേദാർ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ വേണ്ട വെച്ചു. പക്ഷേ എൻ്റെ കുട്ടികൾ എപ്പോഴും പറയും നമുക്കത് പൊട്ടിച്ച് താഴെ. അത് പൊട്ടിക്കാൻ പറ്റണില്ല. കുറേ എണ്ണം പഴുത്ത് കേടൊന്നും പോവുക, ഒന്നും ചെയ്യാൻ പറ്റണില്ല. കണ്ടോ, ഇവരിവിടെ നിന്നിട്ട് ദിവസം ഇതിങ്ങനെ നോക്കി നിൽക്കും, നോക്കി വെള്ളം ഇറക്കി നിൽക്കും. സാനു അത് പൊട്ടിച്ചേരാ. ഇതവിടെ നിന്നിട്ട് എപ്പോഴും കണ്ടിങ്ങനെ വെള്ളം ഇറക്കി പോവായിരിക്കും ഞങ്ങളുടെ പണി. അതാ ഞങ്ങളുടെ പണി ഇവിടെ. അപ്പോൾ രാവിലെ എണീച്ച് ചായ കുടിച്ച് ഫ്രഷായി ഞാനിപ്പോൾ സലൂണിലെത്തി. ഇതിൻ്റെ സലൂണാണ്. ഇതിൻ്റെ സലൂണാണ്. കുറച്ച് പരിപാടികളുണ്ട്. ഐ ഹോപ്പ് ഞാൻ പറയണതൊക്കെ കറക്റ്റായിരിക്കും. ഇന്ന് സൺഡേ ആണ്. പക്ഷേ സൺഡേ ആയാലും സലൂണിൽ വർക്ക് ഉണ്ടാവും നമുക്ക്. ഇന്ന് വേറെ പരിപാടിയുണ്ട്. അതിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം ഉറപ്പിക്കുകയാണ്. അപ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് ഇന്ന് ഞങ്ങൾ പോകണം. കഴിഞ്ഞ ആഴ്ച സൺഡേ അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ സൺഡേ ഇന്ന് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് അവരുടെ വീട് കാണും. അതൊക്കെ ഉണ്ടാവും. ഈ വീഡിയോയിൽ ഞാൻ അതെല്ലാം കാണിച്ചു തരാം. എന്തൊക്കെ ഉണ്ടാവുക, ഇവിടെ ബാംഗ്ലൂരിൽ എങ്ങനെയൊക്കെ കല്യാണം ഉറപ്പിക്കുക, എന്തൊക്കെ ചടങ്ങെന്നായിരിക്കും പറയുക. രസം, ഞങ്ങളിവിടെ ബാംഗ്ലൂരിൽ രസം എന്നാണ് പറയുക. എന്തൊക്കെ ചെയ്യുക, അതിനൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ടാവില്ല, അതിനൊക്കെ ഞങ്ങൾ രസം എന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ എൻ്റെ സലൂണിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സുകളെ കാണിച്ചു. ഇവിടെ ഒരു സ്റ്റാഫ് ഇരിക്കുന്നുണ്ട്. ഞാൻ വ്ലോഗ് ആവുകയാണ്. ഇതൊരു സ്റ്റാഫാണ്. ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് സലൂണിന്. നമുക്ക് 5 മണിക്ക് ഇറങ്ങാമെന്നാണ് പറഞ്ഞ്. ഇപ്പോൾ 4:30 ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡി ആയിട്ട് വേണം ഇവിടെ നിന്ന് പോവാൻ. ഞങ്ങളെല്ലാവരും 13 ആളായിരിക്കും പോണത്. അവരും വന്നപ്പോൾ 13 ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. അധികം ദൂരമൊന്നുമില്ല, ചെക്കൻ്റെ വീട് നടന്നു പോയാലെത്തും. ഞാൻ ഇട്ട് പോണ ഡ്രസ്സ് ഇതാണ് ഞാൻ ഇട്ട് പോണത്. ഇവിടെ ബാംഗ്ലൂരിൽ ഏതൊരു പരിപാടിയാണെങ്കിലും ജസ്റ്റ് വീട്ടിൽ ഗെറ്റ് ടുഗെദർ ആയാലും ഞങ്ങളിവിടെ നല്ല ഹെവി ഡ്രസ്സസാണ്. ഞാൻ അധികം ഹെവി അല്ലാത്ത സിമ്പിളാണ്. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ ഇന്നിട്ട് പോണത്. ഇത് ഞാൻ ബീഹാർ പോകുമ്പോൾ കൊണ്ടുപോയിണ്ടായിരുന്നു. അപ്പോൾ ബാഗിൽ വെച്ചിട്ട് ഇതൊക്കെ പടങ്ങനെ ആയിട്ടുണ്ട്. ഇത് അയൺ ചെയ്യട്ടെ. ഈ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ അയൺ ചെയ്താൽ ഈ ഡ്രസ്സ് പിന്നെ ഇടാൻ പറ്റില്ല. ഞങ്ങൾ ടോട്ടൽ ഒരു 13 ആളാണ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു എല്ലാ വീഡിയോ എടുക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഉണ്ടാവുക, എല്ലാ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, അവരുടെ കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അവർക്കൊരു അൺകംഫർട്ടബിൾ ആവേണ്ട വെച്ചിട്ട് ഞാൻ പിന്നെ എടുക്കാണ്ടിരുന്നു. 2-3 ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അവർ ഞങ്ങളെ വിളിച്ചിട്ടുള്ളത് കല്യാണത്തിൻ്റെ ഡേറ്റും അറേഞ്ച്മെൻറ്റ്സ്, എത്ര ആളാണ് വരിക, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് ഇന്ന് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അവർ വന്നപ്പോൾ അവർ ബ്രൈഡിൻ്റെ തലയിൽ കുറച്ച് പൂവ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഇതാണത്, ടെമ്പററി എൻഗേജ്മെൻറ്റ് എന്ന് പറയാം. അതായിരുന്നു അവർ വന്നപ്പോൾ ചെയ്തത്. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം കഴിഞ്ഞപ്പോൾ അവർ കുറേ സ്നാക്സൊക്കെ വെച്ചെന്നു, ജ്യൂസൊക്കെ തന്നു, അതൊക്കെ കുടിച്ചു. ഞങ്ങൾ ആ ഒരു സമയത്താണ് പോയത് അവരുടെ വീട്ടിലേക്ക്, സ്നാക്സ് ടൈം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതെൻ്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് വീഡിയോ ആണ് മലയാളം ലാംഗ്വേജിൽ. എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെ തെറ്റുണ്ടായിരുന്നു എല്ലാം എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറയണം. സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.